ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് ഒരു സക്സസ് സ്റ്റോറിയാണ് കേട്ടോ. ഓവുലേഷൻ്റെ ഡിസ്ചാർജ് തീർന്ന ദിവസം മുതൽ വെറും 5 ദിവസം മാത്രം നമ്മുടെ ചാനലിലെ 3 ടിപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻസി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കുട്ടി പറഞ്ഞത് അനുസരിച്ചിട്ടാണെങ്കിൽ വെറും 5 ദിവസം കൊണ്ട് എനിക്ക് പോസിറ്റീവായി താങ്ക് യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തരട്ടെ, ഈ ചാനൽ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്നാണ് കേട്ടോ ആ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഏറ്റവും ആദ്യം ഫോളോ ചെയ്തൊരു ടിപ്സായിട്ട് പറഞ്ഞത് എല്ലാ ദിവസവും, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ ദിവസവും സുപ്ത ബദകോണാസന എന്ന് പറഞ്ഞ യോഗ പോസ് ചെയ്തു എന്നാണ് കേട്ടോ പറഞ്ഞത്. ഫോർട്ടിലിറ്റി എക്സസൈസിൽ കാറ്റഗറിയിൽ പെടുന്ന എല്ലാം തന്നെ നമ്മുടെ ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എക്സസൈസുകളാണ്. ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇവയെല്ലാം തന്നെ നമുക്ക് ആ ഒരു ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് ആ ഭാഗങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണ് സുപ്ത ബദകോണാസന എന്ന് പറയുന്നത്. ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ മാറ്റിലോ ബെഡിലോ നിങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുക. ശേഷം നിങ്ങളുടെ 2 പാദത്തിന്റെയും ഉള്ളം കാലുകൾ ചേർന്ന് വരുന്ന രീതിക്ക് നിങ്ങൾ കാല് ഒന്ന് ചുരുട്ടി വെച്ചിട്ട് ആ ഒരു പൊസിഷനിൽ കിടക്കുക. ബട്ടർഫ്ലൈ എക്സസൈസിൽ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ കിടക്കുന്ന ഒരു എക്സസൈസ് ആണ് ഈ സുപ്ത ബദകോണാസന എന്ന് പറയുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാനിവിടെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ബട്ടർഫ്ലൈ എക്സസൈസ് ഒരുപാട് ആളുകൾക്ക് ചെയ്ത് ബെനിഫിറ്റ് കിട്ടിയ ഒരു എക്സസൈസ് ആണ്. പക്ഷേ ചുരുക്കം ചില ആളുകൾക്ക് ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബട്ടർഫ്ലൈ കാലിട്ട് അനക്കുന്നത് പോലെ ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോഴേക്കും ആ ഭാഗത്ത് നമുക്ക് കൂടുതൽ അനങ്ങില്ലേ, ലോവർ അബ്ഡമൻ പോർഷനിൽ ഒരുപാട് വേദന ഉണ്ടാവുമോ, ഇറിറ്റേഷൻ ഉണ്ടാവുമോ, ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുമോ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വിഷമിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒട്ടും തന്നെ ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സസൈസ് ആണ് സുപ്ത ബദകോണാസന എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ 2 പാദവും തമ്മിൽ ചേർത്ത് പിടിച്ചിട്ട് ആ ഒരു പൊസിഷനിൽ നമ്മൾ കിടക്കുമ്പോഴേക്കും നമ്മുടെ പെൽവിക്കിന്റെ ഭാഗമൊക്കെ ഒന്ന് വൈഡ് ആകുന്നു, നമ്മുടെ ഹിപ്പ് ഒന്ന് ഓപ്പൺ ആകുന്നു. ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നു. നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ പല പ്രത്യുൽപാദന അവയവങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഹിപ്പ് ഓപ്പൺ ആവുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നമ്മൾ കാല് വെക്കുന്ന അവസരത്തിൽ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ നല്ല ഫോഴ്സിൽ അതിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടും ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടും അത് സഹായിക്കും കേട്ടോ. രണ്ടാമതായിട്ട് ഫോളോ ചെയ്ത കാര്യം, എല്ലാ ദിവസവും ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം സൈഡ് സ്ട്രെച്ചിങ് ഹെൽപ്പ് ചെയ്യുന്ന യോഗ പോസ് ചെയ്തു എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു യോഗ പോസ് ആണ്. നിങ്ങൾ ബെഡിലോ യോഗ മാറ്റിലോ ഇരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് ചേർത്ത് പിടിച്ചിട്ടും മറ്റേ കാല് നീക്കി പിടിച്ചിട്ടുമാണ് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കേണ്ടത്. അതായത് നമ്മൾ ലോട്ടസ് പോസിൽ ഇരിക്കില്ലേ, നമ്മൾ ചമ്രം അടിഞ്ഞിരിക്കില്ലേ, ആ രീതിക്ക് ഒരു കാലും വെക്കുക, അടുത്ത രീതിക്ക് നിങ്ങളുടെ മറ്റേ കാല് നീക്കിയും വെക്കുക. അതിനുശേഷം നമ്മൾ ബെൻഡ് ചെയ്യുക, അതായത് നമ്മളൊന്ന് വളഞ്ഞു പോവാന്ന് പറയില്ല. ഞാൻ ഇവിടെ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ട് വളയാനായിട്ട് നോക്കുക, സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. ഡീപ്പ് ബ്രീത്ത് ഇൻ എന്ന് പറയുമ്പോഴേക്കും ഇതാ ഈ ഒരു സൗണ്ട് നമുക്ക് വേണ്ട രീതിക്ക് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് റൈറ്റ് ഭാഗത്തേക്ക് നമ്മുടെ അപ്പർ ബോഡി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക. കൈയും ഉയർത്തി നമ്മൾ സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം ബ്രീത്ത് ഇൻ ചെയ്തിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് പഴയ പൊസിഷനിലോട്ട് തന്നെ നമ്മൾ പോവുക. എഗെയിൻ ആ ഒരു എക്സസൈസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്തിട്ട് നമ്മൾ ബോഡി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ബോഡി റിലാക്സ് ആക്കി കൊണ്ടുവരാനായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരുപാട് പേർക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. സീറ്റഡ് ബെൻഡിങ് യോഗ എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ഒരു യോഗ ഇൻസ്ട്രക്ടർ ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ ഞാനിവിടെ ഇമേജ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുക ആ ബ്രീത്ത്. അതിനുശേഷം റിലാക്സ് ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ.
നമ്മുടെ കോർ മസിൽസിന് ഒരുപാട് ബെനഫിറ്റ് തരുന്നതാണ് ഈ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കോർ മസിൽസ് ഒക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ആകുന്നതിനും നമ്മുടെ പെൽവിക്, നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷൻ ഒക്കെ നന്നായിട്ട് ഒന്ന് സ്റ്റിമുലേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോഴേക്കും അതിലോട്ട് നന്നായിട്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ ആക്ടിവിറ്റീസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റി ആ ഒരു അവയവത്തിന് കിട്ടുന്നതിനും ഇത് ഒരുപാട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഡൈജഷൻ നന്നായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. കൃത്യമായിട്ടൊക്കെ ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വേണ്ട രീതിക്ക് വിഘടിച്ച് അതിന്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നു. ഒപ്പം നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകുന്നതിനും നന്നായിട്ട് സ്ട്രോങ് ആവുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പ്രത്യുൽപാദന അവയവങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ലോവർ അബ്ഡമൻ പോർഷനിലാണ്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ തരത്തിലുള്ള ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അടുത്തത് നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ പീരിയഡ്സിന്റെ സമയത്തൊക്കെ ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസം ഓൾമോസ്റ്റ് പ്രഗ്നൻസി ആകും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പീരിയഡ്സ് വരുമ്പോൾ അവർ ഡ്രസ്പ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അവർക്ക് പീരിയഡ്സിന്റെ ഫസ്റ്റ് സെക്കൻഡ് ഡേ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രെസ്സിൽ കൂടി അവർ കടന്നു പോകുന്ന ഒരു ടൈം പീരീഡ് ആണ്. എഗ് ഗ്രോ ആകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രെസ്സിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ അത് ഫെർട്ടിലിറ്റി സാരമായിട്ട് തന്നെ ബാധിക്കും. ആ ഒരു സമയത്തെ ഓവുലേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്ന എഗിന്റെ ഗ്രോത്തിനെയും ഇത് ഹാംഫുള്ളി അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പീരിയഡ്സിന്റെ ഡേ മുതൽക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഉറക്കം നന്നായിട്ട് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴേക്കും കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നതിനും അത് വേണ്ട ടൈം ഡ്യൂറേഷനിൽ നമുക്ക് ഉറക്കം കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങളുടെ ഹോർമോൺസിന്റെ പ്രവർത്തനം ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബെനിഫിറ്റും നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഏതൊക്കെ സമയത്ത് നമുക്കിത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞത് നമുക്ക് പീരിയഡ്സ് ആ ഒരു കിടക്കുന്നതിന് മുൻപുള്ള സമയമാണ്. അതല്ലാതെ തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എക്സസൈസുകളൊക്കെ ഇപ്പോൾ ലെഗ് അപ്പ് തോളും ബട്ടർഫ്ലൈ എക്സസൈസും വീരഭദ്രാസനയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു സമയത്തും ഇതുപോലുള്ള എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. മൂന്നാമതായിട്ട് ഫോളോ ചെയ്തത് എല്ലാ ദിവസവും ഗുവാവ, നമ്മുടെ പേരക്ക കഴിച്ചു എന്നാണ് കേട്ടോ പറഞ്ഞത്. പേരക്ക വീട്ടിലുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് അത് എടുത്തു എന്നാണ് ആ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് സീസൺ ആണ് പേരക്കയുടെ എന്ന് പറയുന്നത്. ഈസിലി നമുക്ക് കിട്ടുകയും ചെയ്യും പേരക്ക. അതിൽ ഒരുപാട് വിറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇംബ്രിയോ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ കഴിക്കണമെന്നില്ല. ഇതുപോലെ ചെറിയ ഐറ്റംസ് ഒക്കെ കഴിച്ചാലും നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കും. എല്ലാ ദിവസവും ഒരു പേരക്ക വീതം രാവിലെയോ രാത്രിയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈവനിങ് സമയത്താണെങ്കിലും ഒന്ന് വിശന്ന് ലഞ്ചൊക്കെ ഒന്ന് ദഹിച്ച് നമുക്കൊരു വിശപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് ഒരു സ്നാക്സ് ഒക്കെ ആയിട്ട് ഇത് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കും. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. പേരക്കയും അതുപോലെ പേരക്കയുടെ ഇല തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല എഫക്റ്റീവാണ്. ഗ്രാമ്പു വെള്ളം കുടിക്കുന്ന അത്രയും എഫക്റ്റീവാണ് പേരക്കയുടെ വെള്ളം കുടിക്കുന്നത്. അത് കുടിച്ചാലും വേഗത്തിൽ നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകും. ആ വീട്ടിൽ പേരക്കമരം ഉള്ളവർ പേരക്കയുടെ വെള്ളം കുടിക്കാനായിട്ടും പേരയിൽ തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ പേരമരമൊന്നും ഇല്ലാത്ത ആൾക്കാർ പേരക്കെങ്കിലും പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഫെർട്ടിലിറ്റി നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. കുഞ്ഞിലോട്ടുള്ള ന്യൂട്രീഷൻ എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. നല്ല രീതിയിൽ ഇംപ്ലാന്റേഷൻ നടക്കാനും ഗ്രോത്ത് ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ആ കുട്ടി ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ
അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.